ഇത് മഹീന്ദ്ര 475 DI 2-wheel ഡ്രൈവ് ട്രാക്ടറാണ്. മഹീന്ദ്ര 475 DI ഭൂമിപുത്ര മോഡലല്ല ഇത്. ശരിക്കും ഇതിൻ്റെ സ്റ്റിക്കർ അടിച്ചതാവാനാണ് സാധ്യത. കാരണം ഭൂമിപുത്ര വരുമ്പോൾ ഇതിൻ്റെ ഈ ഡീസൽ ടാങ്കിന് ഇവിടെ ഒരു കട്ടിങ് വരും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് മേലേക്ക് ഈ ഒരു ഹോളിലാണ് സ്റ്റെപ്പ് ഉണ്ടാവുക. അപ്പം അവിടെ സ്റ്റെപ്പ് വരുമ്പോൾ ഈ ബ്രേക്ക് ഈ ഒരു ലെവലിലേക്ക് പൊങ്ങി വരും. അപ്പോൾ അതിനാണ് ടാങ്ക് കട്ടിങ് ഉണ്ടാവാറ്. ഇതുപോലെ ഈ വണ്ടി ഭൂമിപുത്രയാണ്. സ്റ്റെപ്പ് പൊങ്ങിയ ടൈപ്പാണ്. അതിൻ്റെ ടാങ്ക് ഉണ്ട്, സൈഡ് കട്ടിങ് ഉണ്ട്. പക്ഷേ എഞ്ചിന് ഗിയർ ബോക്സ് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡിസ്കിൽ വ്യത്യാസമുണ്ട്. ഡിസ്കിൽ 8 ബോൾട്ട് ഡിസ്ക്കാണ് ഉണ്ടാവുക ഭൂമിപുത്ര ആകുമ്പോൾ. ഇത് 6 ബോൾട്ടാണ്. ഇവിടെ ഈ 6 എണ്ണുള്ളടുത്ത് 8 ബോൾട്ടാണ് ഭൂമിപുത്ര ടൈപ്പിന് വരിക. അതുപോലെ ഹൗസിങ്ങിൻ്റെ ഉൾഭാഗത്ത് സീലുകൾക്ക് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. ബാക്കി എഞ്ചിനെല്ലാം സെയിമാണ്. ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉൾഭാഗമാണിത്. ഇത് ഹൗസിങ്ങിൻ്റെ ഉൾഭാഗം. ഇത് ഭൂമിപുത്ര ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു ഫീലാണ്. കാരണം ഇത് താഴെയാണ് സ്റ്റെപ്പ്. ഈ താഴെ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിപുത്ര ഇല്ലാതെ സാധാ നോർമൽ ടൈപ്പ് ഇതുപോലുള്ള ട്രാക്ടറുകൾ ഡ്രൈവ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം കാല് കറക്റ്റ് സീറ്റിംഗ് ആവില്ല. അതുകൊണ്ടാണ് ഇവർ ഈ എക്സ്ട്രാ ഒരു പട്ടയൊക്കെ വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ക്ലച്ച് പെഡലും ഈ സ്റ്റെപ്പ് മേലേക്ക് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് പെഡൽ ഭൂമിപുത്ര ടൈപ്പ് സ്പെഷ്യൽ വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ വളഞ്ഞു വരുന്ന ടൈപ്പാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, എങ്ങനെ അത് സ്റ്റെപ്പ് പൊക്കണം എന്നുള്ളതൊക്കെ. ആ രൂപത്തിൽ ചെയ്താൽ ഈ വണ്ടി നല്ല ഡ്രൈവ് ചെയ്യാൻ വളരെയധികം ഫ്രീ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഹൈഡ്രോളിക്.